ലൈവില് സാബുവിന്റെ പേരിന്ന് സംസാരിക്കാണ് ജിൻഡോയും അർജുനും ശ്രീതുവും. അപ്പൊ ജിൻഡോ ഇവിടുത്തെ ഗെയിമിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ഗബ്രി എന്നും വീക്കായിട്ടുള്ള പ്ലെയർ പവർ റൂമിൽ കയറിയിരുന്നു. പിന്നെ അതുമാത്രമല്ല, അവിടെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് ഇതേവരെ നോമിനേഷനിൽ വന്നിരുന്നില്ല. ഒരുമിച്ച് നോമിനേഷനിൽ വന്നതുകൊണ്ടാണ് ഗബ്രി പുറത്തുപോയത്. പക്ഷെ നല്ലൊരു പ്ലെയർ ആയിരുന്നു ഗബ്രി, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ പുറത്തേക്ക് പോയി എന്നിരുന്നു പറയാണ് ജിൻഡോ. ഇത് കേട്ടപ്പോൾ അവിടെ സാബു ചോദിക്കുന്നുണ്ട്, അമ്പമ്പ എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്, ഏത് ബുക്കാണ് പഠിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. പറയുന്നതൊക്കെ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്നതെല്ലാം ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല, പിന്നെ ബുക്കിൽ നോക്കി പഠിക്കുന്ന കാര്യം ഇവരും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട് ജിൻഡോ. അപ്പൊ അർജുൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അല്ല ഞങ്ങൾ പറയാറുണ്ട് ബാത്റൂമിൽ പോയിട്ട് ബുക്ക് എടുത്തിരുന്ന് പഠിച്ചിട്ടല്ലേ വരാറ് എന്ന് ഞങ്ങളും ചോദിക്കാറുണ്ട് എന്ന് അർജുൻ കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് സാബു പറയുന്നുണ്ട്, അല്ല മുമ്പുണ്ടായിരുന്ന ആ പഠിപ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ? പഠിച്ചതുകൊണ്ട് കാണാപ്പാടം പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫലമുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ജിൻഡോയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ജിൻഡോ പറഞ്ഞു, ഇല്ല ആദ്യത്തെ ബുക്ക് ഞാൻ എന്തായാലും അത് കയറി പറിച്ച് ഞാൻ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് ജിൻഡോ. ഇനി ആ ബുക്ക് വേണ്ട എന്ന് തോന്നിയപ്പോൾ, ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ ബുക്ക് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാബ് ഇരുന്ന് പറയുന്നുണ്ട്, ഇവിടെ കുത്തിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ചില എക്സാമുകൾക്ക് കണ്ടിട്ടില്ലേ, തിയറി പരീക്ഷ കഴിഞ്ഞാലും പിന്നീട് നമുക്ക് വൈവയും പ്രാക്ടിക്കലും ഒക്കെ ഉണ്ടാവുന്നത് കണ്ടിട്ടില്ലേ, അതാണ് ഇവിടെ വേണ്ടത് എന്ന് അവിടെ സാബു ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ശരിയാണ്, അത് നമ്മൾ തിയറി മാത്രം എഴുതിയതുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രാക്ടിക്കലൊക്കെ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ സാബു അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒതുങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല, തിയറി പഠിച്ചിരുന്നത് അവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല, പ്രാക്ടിക്കൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇറങ്ങി കളിക്കാനെ വേണം, ഇനിയും ഇറങ്ങി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. അത് അർജുൻ്റെ അടുത്തും ശ്രീധുവിൻ്റെ അടുത്തായിട്ടാണ് പറയുന്നത്. അവിടെ ഇറങ്ങി കളിക്കണം, അത് വിചാരിച്ച് എപ്പോഴും തല്ലും വഴക്കും ഉണ്ടാക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അർജുൻ പറഞ്ഞു, അല്ല നമ്മൾ എപ്പോഴും അല്ല, ഇടയ്ക്ക് വല്ലത് വള്ളി കിട്ടിയാൽ കയറി പിടിച്ചോളാനല്ലേ ഉദ്ദേശിക്കുന്നതെന്ന് അർജുൻ ചോദിച്ചു. അപ്പോൾ അവിടെ സാബു ശരിവെച്ചു. സാബു പറഞ്ഞു, നമ്മൾ എപ്പോഴും വഴക്കുണ്ടാക്കണമെന്നില്ല, പക്ഷെ കിട്ടുന്ന വള്ളി കയറി പിടിച്ചിരിക്കണം, ഇറങ്ങി കളിച്ചാലേ ഇനി ദിവസങ്ങളില്ല, ഇറങ്ങി കളിച്ചാലേ കാര്യമുള്ളൂ എന്ന് അവിടെ സാബു ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ജിൻഡോയുടെ അടുത്തും അതുപോലെ തന്നെ അർജുനും ശ്രീധുവിന്റെ അടുത്തും 3-4 പേരും തമ്മിലിരുന്ന് നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു അവർ ലൈവിൽ നടത്തിക്കൊണ്ടിരുന്നത്.